സോ പേര് പറയാമോ? എൻ്റെ പേര് ഷിഫ. എൻ്റെ പേര് പാർവതി. റാങ്ക് എത്രയാണ്? എനിക്ക് അഡ്വാൻസ്ഡിൽ 17,000 പിന്നെ മെയിൻസിൽ 24,000. ഓക്കെ. എനിക്ക് മെയിൻസിന് 24,000 കീമിന് 507. ഓക്കെ. സോ ഈ ഒരു വിജയം കൈവരിക്കാൻ പറ്റിയതിൽ സന്തോഷമില്ലേ? എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റിന്റെ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ലൈക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് താല്പര്യം തോന്നിയത്, ലൈക്ക് ഹൈലൈറ്റഡ് ആയിട്ട് തോന്നിയത്, ഇങ്ങനെയൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു? കുറേ ബുക്സ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കവർ മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റ്, ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ഫാക്കൽറ്റീസ്, ഡൗട്ട് ക്ലിയറൻസിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഫാക്കൽറ്റീസിന്റെ അപ്രോച്ച് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി എവിടെയാ ഡ്രീം ചെയ്ത സ്ഥലത്താണോ ഇപ്പൊ കിട്ടിയത് IIT? ഞാൻ ഡ്രീം ചെയ്തത് IIT റൂർക്കി. ഞാൻ അതിന് വൈറ്റ് IIT എന്ന് പറഞ്ഞു ബേസിക്കലി ഞാൻ പറയാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തന്നെ എനിക്ക് കിട്ടിയ IIT റൂർക്കി മെക്കാനിക്കൽ എടുക്കണം തന്നെയായിരുന്നു ആഗ്രഹം, ഡ്രീം ആയിരുന്നു. അതെനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ റൗണ്ട് 1 തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് NIT കാലിക്കട്ട് പോകണമെന്നുണ്ടായിരുന്നു. അവിടെ എനിക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സ് കിട്ടി. സോ ബ്രില്യൻറ്റിൽ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എന്താ ഓവറോൾ ഒരു ജേർണി പറയാമോ, എങ്ങനെയായിരുന്നു? തുടക്കത്തിൽ നമുക്ക് അത്ര കൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ലാസ്റ്റ് ഒക്കെ ആയപ്പോ പിന്നെ ഫസ്റ്റ് ടൈം ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഹോംലി ഫീൽ ആയിരുന്നു ബേസിക്കലി ബ്രില്യന്റിൽ. ഫസ്റ്റ് ടൈം ബ്രില്യന്റിൽ വരുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നോ? ചെറുതായിട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ള അതിന്റെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് എല്ലാവരുടെയും നമുക്ക് കോർഡിനേറ്റേഴ്സും ടീച്ചേഴ്സും ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ പിന്നെ വിക്ടറി ഡേക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ആഗ്രഹം ഉണ്ടായിരുന്നു വരണം എന്നൊക്കെ, അപ്പൊ വരാൻ പറ്റി. ഓക്കെ, അതേപോലെ തന്നെ സെയിം ആണ്. ഓക്കെ. സോ നിങ്ങൾക്ക് ബ്രില്യൻറ്റിൽ ഒരു മോട്ടിവേഷൻ ആയിട്ട് ലൈക്ക് ബേസിക്കലി എന്തായിരുന്നു തോന്നിയത് മോട്ടിവേഷൻ എന്ന രീതിയിൽ? മെന്റർ സപ്പോർട്ട്, അതേപോലെ ഡയറക്ടേഴ്സിന്റെ ഒക്കെ മെന്റർ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. നമുക്കിപ്പോൾ മനസ്സിലുള്ള എന്തും പറയാൻ പറ്റുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക് മെന്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ആൻഡ് പെരീന മിസ് ആയിരുന്നു ഞങ്ങളുടെ മെന്റർ ആയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ക്ലാസ് ടീച്ചറും മിസ് തന്നെയാണ് കിട്ടിയത്, വാർഡനും മിസ് തന്നെയായിരുന്നു. അപ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. മിസ്സിനോട് നമുക്ക് എന്തും പറയാം, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ ഹോസ്റ്റലൊക്കെ എങ്ങനെ പോകുന്നു? ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഹോസ്റ്റൽ എക്സ്പീരിയൻസ് നല്ലായിരുന്നു. എടുത്തറിയാനുള്ളത് ജനങ്ങളുടെ ഫുഡാണ്. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ 10 കിലോ വരെ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്, 5 കിലോ കൂടി. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ബ്രില്യൻറ്റ് ഫാമിലീൻ്റെ എല്ലാവരുടെയും ഇതായിട്ട് ഒരു ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഫ്യൂച്ചറിൽ നല്ല ഗോൾസ് കിട്ടട്ടെ, എല്ലാത്തിലും എത്താൻ പറ്റട്ടെ ഫ്യൂച്ചറിൽ. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.